ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മധുവിൻ്റെ വീടാണ്. വക്കീൽ പറഞ്ഞത് കേട്ട് മധുവിനും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ്. തുടർന്ന് അമ്പാനോട് CCTV എല്ലാം നോക്കിയായിരുന്നു എന്ന് മധു ചോദിക്കുമ്പോൾ ഇല്ലെന്നും പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലെന്നും അമ്പാൻ പറയുന്നു. ഇത് കേൾക്കുന്ന മധു ദേഷ്യത്തോടെ അമ്പാന്റെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അത് അന്വേഷിക്കണമെന്നും നാളെ അവൻ ജഡ്ജിയുടെ അടുത്ത് വന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അവനെ പൊക്കിയിരിക്കണമെന്നും മധു എല്ലാവർക്കും നിർദ്ദേശം നൽകുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ധനുഷ് സച്ചിയുടെയും അർച്ചനയുടെയും അടുത്തേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. നാളത്തെ കാര്യങ്ങളെല്ലാം സെറ്റാണെന്നും സ്നേഹ ഉറങ്ങാൻ വൈകിയത് കൊണ്ടാണ് ഞാൻ വരാൻ താമസിച്ചതെന്നും ധനുഷ് പറയുന്നു. അതേസമയം ധനുഷിനെ അടുത്ത് കാണാത്തത് കൊണ്ട് തന്നെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി വരികയാണ് സ്നേഹ. ധനുഷ് സച്ചിയോടും അർച്ചനയോടും കൂടി സംസാരിക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തതിനു ശേഷം ധനുഷ് മുറിയിലേക്ക് പോകുമ്പോഴേക്കും സ്നേഹ മുറി അകത്തു നിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഇന്നത്തെ കാര്യത്തില് തീരുമാനമായി. അവൾ എന്താണെങ്കിലും എല്ലാം കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പാണ്. എന്താണെങ്കിലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ധനുഷ് കഥകിൽ തട്ടുകയാണ്. തുടർന്ന് സ്നേഹ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. നീ എന്തിനാ കഥക് കുറ്റിയിട്ടതെന്ന് ധനുഷ് ചോദിക്കുമ്പോ നീ എവിടെയാ പോയതെന്ന് ഞാൻ കണ്ടിരുന്നെന്ന് സ്നേഹ പറയുന്നു. കണ്ടിരുന്നല്ലോ, ഞാൻ മുറിയുടെ പുറത്താണെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാ കഥക് കുറ്റിയിട്ടത്? നീ പോയ കാര്യം ഞാൻ അറിഞ്ഞെന്ന് നിന്നെ അറിയിക്കാൻ വേണ്ടി തന്നെയാ കഥക് ഞാൻ കുറ്റിയിട്ടതെന്ന് സ്നേഹ പറയുമ്പോ എന്നാൽ ഇനി അടച്ചേക്കാൻ പറഞ്ഞുകൊണ്ട് ധനുഷ് മുറിയുടെ അകത്തേക്ക് പോകുന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്താ നിന്റെ തലയിലതൊന്നും കേറുന്നില്ലേ? അവരെ സഹായിക്കാൻ പോകണ്ടെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? ഇത് കേൾക്കുന്ന ധനുഷ് ദേഷ്യത്തോട് പറയുകയാണ്. നീ എന്തിനാ അവരോട് ഇങ്ങനെ വൈരാഗ്യം കാണിക്കുന്നത്? നേരിൽ കാണുമ്പോൾ ഒരു സ്വഭാവം, നേരിട്ട് കാണാത്തപ്പോഴോ മറ്റൊരു സ്വഭാവം. എന്താണെങ്കിലും നിന്നെ പോലെ നന്ദികേട് കാണിക്കാൻ എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞ് ധനുഷ് കിടന്നുറങ്ങുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിൽ നിന്നും പ്രാർത്ഥിക്കുന്ന അർച്ചനയാണ്. എല്ലാ കാര്യങ്ങളും നല്ലതായി തന്നെ തീർത്തു തരണേയെന്ന് പ്രാർത്ഥിക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും കൂടി ജഡ്ജിയുടെ അടുത്തേക്ക് പോകുന്നതാണ്. അതേസമയം കമല അർച്ചനയെ വിളിക്കുന്നു. ജാമ്യം ഇന്ന് തന്നെ കിട്ടുമോ മോളെ എന്ന് കമല ചോദിക്കുമ്പോൾ ഇന്ന് തന്നെ കിട്ടുമെന്നും അമ്മ ഏട്ടത്തിയോട് കൂടി പറഞ്ഞേക്കാനും അർച്ചന പറയുന്നു. അങ്ങനെ കോള് കട്ട് ചെയ്തതിനു ശേഷം കമല പറയുകയാണ്, മീരെ നീ സമാധാനമായിട്ടിരിക്കുക. ഇന്നെന്താണെങ്കിലും അവര് അനൂപിനെ ജാമ്യത്തിലിറക്കും. ഇല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മീര മുറിയിലേക്ക് പോകുന്നു. അങ്ങനെ അർച്ചനയും സച്ചിയും പോകുന്ന വഴിയരികിൽ നിന്നും ധനുഷും അവരുടെ വണ്ടിയിൽ കയറുകയാണ്. പിന്നീട് കാണിക്കുന്നത് CI സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങുമെന്നും ഞങ്ങൾ അവിടെ എത്താൻ നേരം നിങ്ങളും അവിടെ തന്നെ ഉണ്ടാകണമെന്നും CI പറയുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുമല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എല്ലാം അങ്ങനെ തന്നെ നടക്കുമെന്നും നിങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചേർന്നാൽ മാത്രം മതിയെന്നും പറഞ്ഞ് CI കോള് കട്ട് ചെയ്യുന്നു. സ്നേഹയോട് എന്തു പറഞ്ഞാൽ ധനുഷ് ഇറങ്ങിയതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ 2 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് ഉണ്ടെന്നും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രശ്നമില്ല. മറ്റെന്തെങ്കിലും വഴിയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ധനുഷിനെ ഇതിൽ നിന്നും ഒഴിവാക്കിയേനെ എന്ന് അർച്ചന പറയുമ്പോൾ നിങ്ങളങ്ങനെ ഒഴിവാക്കിയിരുന്നെങ്കിലാ എനിക്ക് കൂടുതൽ വിഷമമുണ്ടായേനെ എന്ന് ധനുഷും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും ധനുഷും ജഡ്ജിന്റെ വീടിന്റെ മുന്നിലെത്തിയിരിക്കുന്നതാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ചെങ്കൽമധുവിന്റെ ഗുണ്ടകളും അവിടേക്ക് ഒരു കാറിൽ വന്ന് ഇറങ്ങി നിൽക്കുകയാണ്. അതേസമയം തന്നെ മറ്റൊരു കാറ് അങ്ങോട്ടേക്ക് വരികയും കാറിൽ നിന്നും രണ്ടുപേരിറങ്ങി പുറത്തേക്ക് നിൽക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന അമ്പാൻ പറയുകയാണ്, അണ്ണന് നമ്മളെ വിശ്വാസമില്ലെന്ന് തോന്നുന്നു. ദേ വേറെയും ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട്. അതേസമയം അർച്ചനയും സച്ചിയും അവരെ സംശയത്തോടെ നോക്കുമ്പോൾ ധനുഷ് പറയുകയാണ്, നോക്കണ്ട, അതെന്റെ ആൾക്കാരാണ്. ഇത് കേൾക്കുന്ന സച്ചിക്കും അർച്ചനയ്ക്കും സമാധാനമാവുകയാണ്. അത് നമ്മുടെ ആളുകളാണെന്ന് തോന്നുന്നില്ല, സൂക്ഷിക്കണമെന്ന് അമ്പാൻ മറ്റുള്ള ഗുണ്ടകളോട് പറയുന്നു. അതേസമയം അനൂപിനെയും കൊണ്ട് CI ജഡ്ജിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ പോലീസ് ജീപ്പിൽ നിന്നും രണ്ടുപേര് മുഖം മൂടിയ രീതിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്പാൻ പറയുകയാണ്, ഇത് രണ്ടുപേരുണ്ടല്ലോ, ഇതിൽ ആരാണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? തുടർന്ന് അമ്പാൻ മധുവിനെ വിളിച്ച് പറയുകയാണ്, അണ്ണാ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. തലേ തുണിയിട്ട രണ്ടുപേരാ ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് അവൻ ഇവിടെ തന്നെ കിട്ടണം. തുടർന്ന് അർച്ചനയും സച്ചിയും ധനുഷും പുറത്തേക്കിറങ്ങി ഗേറ്റിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വക്കീല് പുറത്തേക്കിറങ്ങി വരികയാണ്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് വക്കീല് അകത്തേക്ക് പോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.